അധ്യായം 11. വിജയത്തിൽ പങ്കാളിയായ നിങ്ങളുടെ ഉപബോധ മനസ്സ്. വിജയം എന്നാൽ വിജയകരമായ ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തലത്തിലുള്ള ഈ ഒരു നീണ്ട കാലഘട്ടത്തെ വിജയം എന്ന് വിളിക്കാം. വിജയം എന്നാൽ വിജയകരമായ ജീവിതം എന്നാണ് അർത്ഥം. നിങ്ങൾ ശാന്തനും സന്തോഷവാനും ആഹ്ലാദഭരിതനും ആയി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്ന് കണ്ടെത്തുക, എന്നിട്ട് അത് ചെയ്യുക. നിങ്ങളുടെ യഥാർത്ഥ ആവിഷ്കരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിനായി ആവശ്യപ്പെടുക. അപ്പോൾ അതിനുള്ള ഉത്തരം ലഭിക്കും. നിങ്ങളുടെ പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം നേടുകയും മറ്റാരെക്കാളും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. വിജയിച്ച ഒരു മനുഷ്യൻ സ്വാർത്ഥനല്ല. അവൻ്റെ ജീവിതത്തിലെ പ്രധാന ആഗ്രഹം മനുഷ്യകുലത്തെ സേവിക്കുക എന്നതാണ്. മനസമാധാനമില്ലാത്ത യഥാർത്ഥ വിജയമില്ല. വിജയിച്ച ഒരു മനുഷ്യന് വലിയ മാനസികവും ആത്മീയമായ തിരിച്ചറിവുമുണ്ട്. നിങ്ങൾ ഒരു ലക്ഷ്യം വ്യക്തമായി സങ്കല്പിക്കുകയാണെങ്കിൽ വിസ്മയം പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകപ്പെടും. വികാരവുമായി ലയിച്ച് നിങ്ങളുടെ ചിന്ത ആത്മനിഷ്ഠമായ വിശ്വാസമായി മാറുന്നു. നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ലഭിക്കും. സുസ്ഥിരമായ ഭാവനയുടെ ശക്തി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തികൾ പുറത്തു കൊണ്ടുവരുന്നു. ജോലിയിൽ നിങ്ങൾ സ്ഥാനക്കയറ്റം തേടുകയാണെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമ, മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ സ്ഥാനക്കയറ്റത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നതായി സങ്കല്പിക്കുക. ആ ഭാവന ചിത്രം വ്യക്തവും യഥാർത്ഥവുമാക്കുക. ആ ശബ്ദം കേൾക്കുകയും ആംഗ്യങ്ങൾ കാണുകയും അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം അനുഭവിക്കുകയും ചെയ്യുക. ഇത് ചെയ്യുന്നത് ഇടയ്ക്കിടെ തുടരുക. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ ചിന്ത ഉത്തരം ലഭിച്ച പ്രാർത്ഥനയുടെ സന്തോഷം നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓർമ്മയുടെ കലവറയാണ്. ഒരു പൂർണ്ണമായ ഓർമ്മയ്ക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ സ്ഥിരീകരിക്കുക: എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അനന്തമായ ബുദ്ധി എനിക്ക് അറിയേണ്ടതെല്ലാം എല്ലായ്പ്പോഴും എല്ലായിടത്തും വെളിപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വീടോ വസ്തുവോ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാവധാനം, നിശബ്ദമായി, വികാരഭരിതമായി ഇനി പറയുന്ന രീതിയിൽ ഉറപ്പിച്ചു പറയുക: അനന്തമായ ജ്ഞാനം ഈ വീട് അല്ലെങ്കിൽ സ്വത്ത് വാങ്ങുന്ന ആളെ, അത് വേണ്ടത് ആർക്കാണോ, അതിൽ അഭിവൃദ്ധി ലഭിക്കുന്നത് ആർക്കാണോ, അയാളെ എന്നിലേക്ക് ആകർഷിക്കുന്നു. ഈ അവബോധം നിലനിർത്തുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലുള്ള പ്രവാഹങ്ങൾ അത് നടപ്പിലാക്കുകയും ചെയ്യും. വിജയം എന്ന ആശയത്തിൽ വിജയത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. വിജയം എന്ന വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി തുടർച്ചയായി ആവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ജയിക്കാനുള്ള നിർബന്ധത്തിന് കീഴിൽ വർത്തിക്കും. അധ്യായം 12. ശാസ്ത്രജ്ഞർ ഉപബോധ മനസ്സ് ഉപയോഗിക്കുന്നു. പല ശാസ്ത്രജ്ഞരും ഉപബോധ മനസ്സിൻ്റെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എഡിസൺ, മാർക്കോണി, കെറ്ററിംഗ്, പോയിൻകെയർ, ഐൻസ്റ്റീൻ കൂടാതെ മറ്റു പലരും ഉപബോധ മനസ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിലും വ്യവസായത്തിലും അവർ നേടിയിട്ടുള്ള എല്ലാ മഹത്തായ നേട്ടങ്ങൾക്കുമുള്ള ഉൾക്കാഴ്ചയും അറിവും അത് അവർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ മഹാന്മാരായ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും വിജയം നിർണയിച്ചത് ഉപബോധ മനസ്സിന്റെ ശക്തിയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ കഴിവാണ് എന്ന് ഗവേഷണം കാണിച്ചിട്ടുണ്ട്. എല്ലാ ശാസ്ത്രീയ പ്രവർത്തകരുടെയും വിജയവും അത്ഭുതകരമായ നേട്ടങ്ങളും ഉപബോധ മനസ്സ് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി നിങ്ങൾ ബോധപൂർവമായ ശ്രദ്ധയും ഉപാസനയും നൽകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് നിറഞ്ഞു കവിഞ്ഞ ഒരു രൂപത്തിൽ അത് ബോധ മനസ്സിന് നൽകുന്നു. ഒരു പ്രശ്നത്തിനുള്ള ഉത്തരത്തെക്കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണെങ്കിൽ അത് വസ്തുനിഷ്ഠമായി പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വിവരങ്ങളും ഗവേഷണത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നേടുക. ഉത്തരം വരുന്നില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൈമാറുക. അപ്പോൾ ഉത്തരം എപ്പോഴും വരും. അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒറ്റ രാത്രി കൊണ്ട് ഉത്തരം ലഭിക്കില്ല. പകൽ തെളിഞ്ഞ് നിഴലുകൾ അകന്നു പോകുന്നതുവരെ നിങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് സമയമെടുക്കുമെന്ന് കരുതിയോ അല്ലെങ്കിൽ അതൊരു പ്രധാന പ്രശ്നമാണെന്ന് ചിന്തിച്ചോ നിങ്ങൾ ഉത്തരം വൈകിപ്പിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന് പ്രശ്നം എന്നൊന്നില്ല, അതിന് ഉത്തരം മാത്രമേ അറിയൂ. നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. സമ്പൂർണമായ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണോ അത് അനുഭവിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ചേതോ വികാരത്തോട് പ്രതികരിക്കും. വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പിന്തുണയുള്ള ഏതൊരു മാനസിക ചിത്രവും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയിലൂടെ നടപ്പിലാകും. അതിനെ വിശ്വസിക്കുക, അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓർമ്മയുടെ കലവറയാണ്. നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുരാതന ചുരുളുകൾ, ക്ഷേത്രങ്ങൾ, ഫോസിലുകൾ എന്നിവയെപ്പറ്റി വിചിന്തനം ചെയ്യുന്ന ശാസ്ത്രജ്ഞർക്ക് ഭൂതകാലത്തിന്റെ ദൃശ്യങ്ങൾ പുനർനിർമ്മിക്കാനും പുനർജീവിപ്പിക്കാനും ഇന്ന് കഴിയും. അവരുടെ ഉപബോധ മനസ്സാണ് അവരുടെ സഹായത്തിന് വരുന്നത്.
പ്രശ്നപരിഹാരത്തിനുള്ള നിങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഉറങ്ങുന്നതിന് മുമ്പ് കൈമാറുക. അതിൽ വിശ്വസിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഉത്തരം വരും. അത് എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. പക്ഷെ നിങ്ങൾ അതിന്റെ ശക്തികളെ സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ പാടില്ല. പ്രവൃത്തി നിങ്ങളുടെ ചിന്തയാണ്, പ്രതികരണമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രത്യുത്തരം. നിങ്ങളുടെ ചിന്തകൾ ജ്ഞാനമുള്ളതാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ജ്ഞാനമുള്ളതായിരിക്കും. മാർഗനിർദ്ദേശം ഒരു വികാരമാണ്, ഒരു ആന്തരിക അവബോധമാണ്. നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളെ അറിയിക്കുന്ന അതിശക്തമായ ഊഹമാണ്. ഇത് സ്പർശനത്തിന്റെ ഒരു ആന്തരിക വികാരമാണ്. ഇതിനെ പിന്തുടരുക.